നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാനിവിടെ 4 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനും അതിൻ്റെ ബ്ലോക്കേജും, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സും അതിനോടുള്ള തടസ്സവും എന്താണെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷനായിട്ട് എനിക്ക് നിൽക്കുന്നത് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരിലേക്ക് അവർക്ക് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിൽ. പക്ഷേ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള എന്തൊക്കെയോ വഴക്കുകളും തർക്കങ്ങളുമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവരാഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എതിർക്കുക എന്നുള്ളൊരു രീതിയിൽ, വഴക്കുണ്ടാക്കുക എന്നുള്ളൊരു രീതിയിൽ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അതിന് എതിര് നിൽക്കുന്നു, ഒറ്റപ്പെടുത്തി അവർക്ക് ചുറ്റിലും വഴക്കുണ്ടാക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് തർക്കങ്ങൾ എന്നൊക്കെയുള്ളൊരു രീതിയാണ് കറണ്ട് സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത്. അപ്പം ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറും അതിൻ്റെ തടസ്സവുമായിട്ട് എനിക്ക് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ അവരും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും അപ്പം നിങ്ങൾ തിരിച്ച് വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് അവർക്ക് നിങ്ങളെ മുമ്പിൽ തോറ്റു തരാൻ സാധിക്കില്ല, വിട്ടുതരത്തില്ല എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. ഇതിന് തടസ്സമായിട്ട് നൈറ്റ് ഓഫ് കപ്സ് വന്നതുകൊണ്ട് അവർ മനഃപൂർവ്വം മാറി നിൽക്കുകയാണ്. മനസ്സിൽ സ്നേഹമുണ്ട്, പക്ഷേ നിങ്ങളായിട്ട് ആ ഒരു വഴക്കുണ്ടാക്കി അതിന് ബ്ലോക്കേജ് ആക്കി വെച്ചേക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ വാശിയെടുത്ത് ഈഗോ കാണിച്ചിട്ട് അവർ നിങ്ങളിലോട്ട് വരാതെ മനഃപൂർവ്വം മാറി നിൽക്കുകയാണ്. പക്ഷേ അവർക്ക് നിങ്ങളോട് വെറുപ്പില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു തർക്കം അല്ലെ ആ ഒരു സ്ട്രെസ്സ്, ആ ഒരു വഴക്ക്, അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളോട് ആഗ്രഹമുണ്ട്, സ്നേഹമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വഴക്ക് അവസാനിപ്പിച്ച് ഒരു എന്താ പറയുക, ഇപ്പോൾ 2 കൈയും കൂടെ അടിച്ചാലല്ലേ സൗണ്ട് കേൾക്കത്തുള്ളൂ. അപ്പം ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങളുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ റിലേഷനകത്ത് ഇപ്പോൾ ഒരു ഗ്യാപ്പ് വരുന്നത്. അവർ മാറി നിൽക്കുന്നത് അവർക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളോടുള്ള ഒരു വാശി, ഒരു ഈഗോ തീർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനായിട്ട് എനിക്ക് കാണുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, താങ്ക് യു.